വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളും അതുമായി അനുബന്ധിച്ച് വരുന്ന മരണങ്ങൾ, മാതാവിൻ്റെ മരണം, കുട്ടികളുടെ മരണം, ഇതെല്ലാം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് അക്യൂപങ്ക്ചർ എന്ന പേരിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ അത് ഒരു വ്യാജ അക്യൂപങ്ക്ചറാണ്, യഥാർത്ഥമായ അക്യൂപങ്ക്ചറിൻ്റെ പേരിലല്ല. അതുപോലെ മതപരമായ ചില കോണുകളിൽ കൂടിയും അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ യഥാർത്ഥ അക്യൂപങ്ക്ചറിൻ്റെ നിലപാടെന്താണ്, മതത്തിൻ്റെ നിലപാടെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ആമുഖമായി പറയട്ടെ, അക്യൂപങ്ക്ചറിൻ്റെ നിലപാടുമല്ല, മതത്തിൻ്റെ നിലപാടുമല്ല. വിശദ കാര്യങ്ങളിലേക്ക് വരാം. പലരും പറയുന്നത് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ആന പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ, പട്ടി പ്രസവിക്കുന്നില്ലേ, മനുഷ്യൻ മുൻപ് കാലത്തും പ്രസവിച്ചിരുന്നല്ലോ, അപ്പോൾ അതുപോലെ അങ്ങ് പോയാൽ പോരെ എന്നുള്ളതൊക്കെയാണ്. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഒരു ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? നോർമൽ പൊസിഷനിലാണോ അല്ല ബ്രീച്ച് പ്രസൻറ്റേഷനാണോ? അതുപോലെ കുട്ടിയുടെ തലയുടെ സൈസ്, അവയവങ്ങളുടെ സൈസ് എത്രയാണ്? അത് നോർമൽ ബർത്ത് കനാലിൽ കൂടി പുറത്തു വരാനുള്ള സൈസിലാണോ അതോ ഓവർ സൈസ്ഡ് ആണോ? അതുപോലെ ഡെലിവറിയുടെ സമയത്ത് പലപ്പോഴും അമ്പലിക്കൽ കോഡ് കഴുത്തിൽ കുടുങ്ങുന്ന ചില അവസ്ഥകൾ വരാറുണ്ട്. അത് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ? ഫീറ്റൽ ആസ്ഫിക്സിയ ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഈ വ്യാജ അക്യൂപങ്ക്ചറുകാർക്ക് എങ്ങനെയാണ് അവർ അസസ് ചെയ്യാൻ അവർക്കുള്ള കഴിവ്? അവർ പറയുന്നു അൾട്രാസൗണ്ട് ചെയ്യാൻ പാടില്ല, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യാൻ പാടില്ല, ആകെ വിരലിനൊരു സൂചി കുത്തുക മാത്രമേ പാടുള്ളൂ. ഇതാണ് അവരുടെ രീതിശാസ്ത്രം, ഈ വ്യാജന്മാരുടെ. അപ്പോൾ ഈ തരത്തിലുള്ള കുട്ടിയുടെ പൊസിഷനും സൈസും അമ്പലിക്കൽ കോഡ് കുടുങ്ങിപ്പോകുന്ന അവസ്ഥകളും ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയും ഇതൊന്നുമില്ലാതെ? അതുപോലെ ഡെലിവറി സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ്, ഡെലിവറിക്ക് മുമ്പ് ബ്ലീഡിങ് ഉണ്ടാവാം, ഡെലിവറിയുടെ സമയത്തുണ്ടാവാം, ഡെലിവറി നടന്നു കഴിഞ്ഞാലും പോസ്റ്റ്മോർട്ടം ഹെമറേജ്, അൺകൺട്രോൾഡ് ബ്ലീഡിങ് ഉണ്ടാകാം. അത് നിയന്ത്രിക്കാൻ ആധുനിക ശാസ്ത്രത്തിൽ പലതരത്തിലുള്ള രീതികളുമുണ്ട്. ഇവരുടെ കയ്യിൽ എന്താണ് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാനുള്ളത്? ഈ മുമ്പ് കാലത്ത് ഈ ആധുനിക സൗകര്യങ്ങളില്ലാത്തിരുന്ന സമയങ്ങളിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു. മുമ്പ് പ്രസവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ എത്ര പേര് രക്ഷപ്പെട്ടു പോരും എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. ഇതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു. എത്ര കുട്ടികൾ, 1000-ൽ എത്ര കുട്ടികൾ രക്ഷപ്പെട്ടു പോരും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഇന്ന് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഇരിക്കുന്നത്. മുമ്പ് കാലത്തെ കണക്കെടുത്താൽ 1900-ലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ 1,00,000 ഡെലിവറികൾ നടക്കുമ്പോൾ 2500ഓളം അമ്മമാർ മരണപ്പെട്ടിരുന്നു ഇന്ത്യയിൽ. അതുപോലെ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 250ഓളം കുട്ടികൾ മരണപ്പെടാറുണ്ടായിരുന്നു. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 1,32 പേരാണ് ആവറേജ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇന്നത്തെ അവസ്ഥയിൽ. അതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1000 ലൈവ് ബർത്തുകളിൽ 6 മാത്രമാണ് കേരളത്തിലുള്ള റേറ്റ്. എന്നാൽ ഉത്തരേന്ത്യയിലുള്ള റേറ്റ് ഇപ്പോഴും അത് വളരെ കൂടുതലാണ്. ഉത്തരേന്ത്യയിൽ കേരളത്തിലുള്ള 32 മാതൃമരണങ്ങൾക്ക് പകരം 167ഓളം മാതൃമരണങ്ങളുണ്ട്. കുട്ടികളുടെ മരണനിരക്ക് 6 ഉള്ളത് 28 മുതൽ 38 വരെയാണ്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. മാതൃമരണനിരക്ക് 442ആണ്, കുട്ടികളുടെ മരണനിരക്ക് 1042ആണ്. കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിലുള്ള ഇത്രയും കുറഞ്ഞ മരണനിരക്കുകളിലേക്ക് എത്തിയത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അവൈലബിലിറ്റിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആശുപത്രിക്കാരുടെ ചൂഷണം ആണ്. അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞൊരു ദുഷ്പ്രചരണം നടക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? നിങ്ങൾക്ക് പണം കൊടുത്ത് ആശുപത്രിയിൽ പോകാൻ താല്പര്യമില്ല, കഴിവില്ല എങ്കിൽ സർക്കാർ ആശുപത്രികൾ ധാരാളമുണ്ട്. താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും എല്ലാം ഈ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ സൗകര്യം ഉദ്ദേശിച്ചിട്ടാണ് ആളുകൾ പ്രൈവറ്റിലേക്ക് പോകുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഈ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾക്കും അതിൽ നിന്ന് തടയപ്പെടുന്നില്ല. പിന്നെ ആശുപത്രിയിലും ആളുകൾ മരിക്കുന്നില്ലേ? അതാണ് മറ്റൊരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, മരണത്തിൻ്റെ നിരക്ക് 2500 അമ്മമാർ 1,00,000-ൽ മരിച്ചിരുന്നിടത്ത് ഇന്ന് കേവലം 32 ചുരുങ്ങി എന്നുള്ളത്. 1900-ൽ 2500ഓളം അമ്മമാർ മരിച്ചിരുന്നു 1,00,000 പ്രസവത്തിൽ. എന്നാൽ ഇന്നത് 32 കുറഞ്ഞു എന്നുള്ളത് തീർച്ചയായും ശാസ്ത്രത്തിൻ്റെ വികസനമാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ്. അതുപോലെ കുട്ടികളുടെ മരണം 1250 പേരോളം മരിച്ചിരുന്നു 1900-ൽ ഇന്ത്യയിൽ. എന്നാൽ ഇന്നത് വെറും 6 മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് 1000 ലൈവ് ബർത്തുകളിൽ. ഇതെല്ലാം ആശുപത്രിയിൽ ഭരിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതുപോലെ ഇനി അക്യൂപങ്ക്ചറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അക്യൂപങ്ക്ചർ എന്ന് പറഞ്ഞാൽ അത് ചൈനയിലാണ് ആവിർഭവിച്ചിട്ടുള്ളത്. അത് ഇന്നും ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ 6 വർഷത്തെ കോഴ്സിലൂടെയാണ് അത് പഠിപ്പിക്കപ്പെടുന്നത്. അത് പഠിച്ച ആളുകൾക്ക് നല്ലൊരു വകതിരിവ് കിട്ടുന്നുണ്ട്. എല്ലാ ചികിത്സകൾക്കുമുള്ള ഒരു മരുന്നല്ല അക്യൂപങ്ക്ചർ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് ചില നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത്
എന്തെല്ലാം കാര്യങ്ങൾ അക്യൂപങ്ക്ചർ കൊണ്ട് ചികിത്സിക്കാം എന്നുള്ളത് WHO അതിനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പെടുന്നതല്ല പ്രസവവും, അതിൽ പെടുന്നതല്ല എമർജൻസി കെയറും. കൈ അറ്റുപോയാൽ വരെ അത് അക്യൂപങ്ക്ചറിലൂടെ ശരിയാക്കാമെന്ന് പറയുന്ന അതിൻ്റെ പ്രചാരകന്മാരായ ആളുകൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. പക്ഷേ അത് തികച്ചും തെറ്റാണ്. കൈ അറ്റുപോയാൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് മൈക്രോ സർജറിയാണ് അതിലാവശ്യം. ഓരോ രക്തക്കുഴലുകളും തുന്നിക്കൂട്ടേണ്ടതുണ്ട്, ഓരോ ഞരമ്പുകളും തുന്നിക്കൂട്ടേണ്ടതുണ്ട്, ഓരോ മസിലുകളും തുന്നിക്കൂട്ടേണ്ടതുണ്ട്. എന്നിട്ട് അത് പറയുകയാണ് അത് വെച്ച് കൂട്ടി വെച്ച് കൊടുത്താൽ മതി, അങ്ങ് ശരിയായിക്കോളും. അത്രത്തോളം അബദ്ധജടിലമായ കാര്യങ്ങളാണ് ഈ വ്യാജന്മാർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അക്യൂപങ്ക്ചറിൻ്റെ ഒറിജിനൽ വേർഷൻ പഠിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട്. അവർ വളരെ എണ്ണത്തിൽ വിരളമാണ്. അക്യൂപങ്ക്ചറിൻ്റെ ചൈനയിലുള്ള കോഴ്സ് 6 വർഷത്തേക്കുള്ളതാണ്. ഇവിടെ നമ്മൾ BOMS, BAMS, BHMS, MBBS എല്ലാം 6 വർഷമായതുപോലെ തന്നെ അവിടെയും 6 വർഷത്തെ കോഴ്സാണത്. അതിലൂടെ ആദ്യം തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, മൈക്രോബയോളജി പോലെയുള്ള എല്ലാ ആധുനിക ശാസ്ത്രങ്ങളും പഠിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് അക്യൂപങ്ക്ചർ കൂടെ അതിൽ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അക്യൂപങ്ക്ചർ പഠിക്കാൻ ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാപനമുണ്ട്. അത് കൽക്കട്ടയിലാണ്, ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. അവിടെ 3 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞവർക്ക് ചൈനയിൽ പോയി മറ്റൊരു 3 വർഷത്തെ കോഴ്സ് കൂടി പഠിച്ചാൽ അത് പൂർത്തിയാക്കാവുന്നതാണ്. ഈ നിലയിൽ കാര്യമായ ട്രെയിനിങ്ങും പഠനവും കിട്ടിയിട്ടുള്ള ആളുകൾ അവരൊരിക്കലും ഈ അബദ്ധങ്ങൾ പറയുകയില്ല. മറിച്ച് ശരിയായ പഠനമില്ലാതെ, ശരിയായ പരിശീലനമില്ലാത്ത കൂപമണ്ഡൂകങ്ങളാണ്, വ്യാജ അക്യൂപങ്ക്ചറിൻ്റെ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്ര ശാഖയിൽ MBBS, BAMS, BHMS, BOMS 6 വർഷം പഠിച്ച ആളുകൾ ഈ തരത്തിലുള്ള ഒരു അബദ്ധജടിലമായ പ്രാക്ടീസ് നടത്തുകയില്ല. അവർക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഹെമറേജ് കണ്ടാൽ മനസ്സിലാവും. ബ്ലീഡിങ് കണ്ടാൽ നിൽക്കാത്ത ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ, കഴിയാത്തതാണെങ്കിൽ റെഫർ ചെയ്യേണ്ടിടത്തേക്ക് റെഫർ ചെയ്യാനുള്ള ഒരു അറിവ്, ഒരു ഉൾക്കാഴ്ച അവർക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ചൈനയിലുള്ള 6 വർഷത്തെ കോഴ്സ് അക്യൂപങ്ക്ചർ പഠിച്ച ആളുകൾക്കോ ആണെങ്കിലും ശരി, അവർക്കും ഈ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുന്നതാണ്. മാത്രവുമല്ല, പ്രസവം എടുക്കുന്നതും എമർജൻസി മാനേജ്മെൻറ്റും അവർ ചെയ്യുകയുമില്ല. കാരണം അത് അവരുടെ ചികിത്സാ രീതിയിൽ പെട്ടതുമല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 3 മാസത്തെ കോഴ്സ്, അതും വാട്സാപ്പിലൂടെ ഒരു കോഴ്സ് നടത്തുക, എന്നിട്ട് 40,000-50,000 രൂപ വാങ്ങി MD എന്നൊരു സർട്ടിഫിക്കറ്റും കൊടുക്കുക, എന്നിട്ട് അവരെ പൊട്ടൻ ചികിത്സകന്മാരാക്കി പറഞ്ഞു വിടുക. ഈ വാട്സാപ്പിൽ കൂടി എന്താ പഠിപ്പിക്കുന്നത്? മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെ കുറ്റം പറയാനാണ് പഠിപ്പിക്കുന്നത്. മരുന്ന് കൊടുക്കാൻ പാടില്ല, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പാടില്ല, സ്കാനിങ് ചെയ്യാൻ പാടില്ല, കണ്ണടച്ചിരുട്ടാക്കി ഒട്ടകപ്പക്ഷി മണ്ണിൽ മുഖം കുത്തുന്നത് പോലെ ഉള്ള ഒരു വിഡ്ഢികളായിട്ടാണ് പടച്ചുവിടുന്നത്. ഈയിടെ മരിക്കാനിടയായ ആ ഒരു ഭർത്താവും ഭാര്യയും 2 പേരും അക്യൂപങ്ക്ചർ ഈ 50,000-ൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വിദഗ്ധന്മാരാണെന്ന് പറയപ്പെടുന്നത്. എന്നിട്ട് ആ ഭർത്താവിന് മനസ്സിലായോ ഈ ബ്ലീഡിങ് ഇങ്ങനെ തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അപകടമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അയാൾക്കുണ്ടായില്ലല്ലോ. തൊട്ടടുത്തുള്ള താലൂക്ക് ആസ്പത്രിയിലെങ്കിലും കൊണ്ടുപോയി കൂടായിരുന്നോ? അത് മരിക്കുന്നവരെ കാത്തു നിന്ന് മരിച്ചതിന് ശേഷം പിന്നെ മൃതദേഹവും കൊണ്ടുപോയി. ഈ 50,000 രൂപ കൊടുത്താൽ MD ഡിഗ്രി കിട്ടുന്നതോ? അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, ഒരു ബേസിക് ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. നേരിട്ട് MD കൊടുക്കുകയാണ്. ഇതെന്തൊരു സർട്ടിഫിക്കറ്റാണ്? ഇതിനെന്താണ്, ഇതിനെ കൊണ്ടെന്താ കാര്യം? ആരെങ്കിലും അക്യൂപങ്ക്ചർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ചൈനയിൽ പോയി പഠിക്കട്ടെ. 6 വർഷമെടുത്ത് അവർ ചൈനയിൽ പോയി പഠിച്ചു വരട്ടെ. അല്ലാതെ ഈ 3 മാസം കൊണ്ടുള്ള 50,000 രൂപ കൊടുത്തിട്ടുള്ള ഈ മാഫിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല. ഇവരൊരു മാഫിയയാണ്. ഇത് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കോടികൾ ഇതിലൂടെ, ഈ മാഫിയയിലൂടെ സമ്പാദിക്കുന്ന വ്യക്തിയാണ്. കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇവരെ എൻറോൾ ചെയ്ത് 100-200 ആളുകളെ 50,000 രൂപ വാങ്ങി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് 1 കോടി രൂപ കിട്ടി. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ പടച്ചുവിടുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിനത് കോടികൾ മറയ്ക്കുന്ന ബിസിനസ്സാണ്. അദ്ദേഹത്തിന് പോലീസിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റും നല്ല സ്വാധീനമുണ്ട്. കാരണം സാമ്പത്തികം കയ്യിലുള്ളതുകൊണ്ട്. അങ്ങനെ ഒരുപാട് ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിന് എതിരായി കോടതികളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ശരി, അതെല്ലാം തേച്ച് മാച്ച് കളയപ്പെടുകയാണ് ചെയ്തത്. ഒരുപാട് ക്രിമിനൽ കേസുകൾ, മരണങ്ങൾ നടന്ന കേസുകൾ ഇന്നും പലരും ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ കഴിവ് തന്നെ. ഇനി മതത്തിൻ്റെ നിലപാട്, പലരും ഇതിനെ മതവുമായി കൂട്ടിക്കെട്ടുന്നുണ്ട്. മതത്തിൻ്റെ നിലപാട് എന്താണ്? മതം ഒരു തരത്തിലുള്ള ആധുനിക ശാസ്ത്ര രീതികളെയും മതം, പ്രത്യേകിച്ച് ഇസ്ലാം മതം, നിരാകരിക്കുന്നില്ല. മറ്റു മതങ്ങളും നിരാകരിക്കുന്നില്ല, ഒരു മതവും നിരാകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ചികിത്സാശാസ്ത്രത്തിൽ മതത്തിൻ്റെ നിലപാട്, ഒരു ചികിത്സകൻ ചികിത്സ ചെയ്യുമ്പോൾ അതിൽ അറിവുണ്ടായിരിക്കണം, പരിചയമുണ്ടായിരിക്കണം, പ്രാവീണ്യമുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരാളാണ് ചികിത്സകനായിരിക്കേണ്ടത്. അറിവും പ്രാവീണ്യവും പരിചയവും ഇല്ലാത്ത ഒരാൾ എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യുകയും അത് കാരണം ഒരു വ്യക്തിക്ക്, ഒരു രോഗിക്ക് ഒരു നഷ്ടം സംഭവിക്കുകയും അവയവ നഷ്ടമോ ജീവഹാനിയോ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ചികിത്സകൻ ഉത്തരവാദിയാണ്. ചികിത്സകൻ അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് മതത്തിൻ്റെ നിലപാട്, ഇസ്ലാമിൻ്റെ നിലപാട്. പിന്നെ മുമ്പൊന്നും ഈ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ എന്നെല്ലാം പറയുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ
അന്നും ഈ ഡെലിവറി എടുത്തിരുന്നത് ഭർത്താവ് പോയി എടുക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും എടുക്കുകയോ ആയിരുന്നില്ല. മറിച്ച് അതിൽ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ അന്നത്തെ ട്രെയിനിങ്ങുള്ള സ്ത്രീകൾ, അവരെ കാബില എന്നാണ് വിളിച്ചിരുന്നത്, അത്തരം ആളുകളായിരുന്നു ആ ഒരു ജോലി ചെയ്തിരുന്നത്. ഇന്ന് ശാസ്ത്രം അന്നത്തേക്കാൾ എത്രയോ വികസിച്ചു. സൗകര്യങ്ങൾ കൂടി, ഈ ശാസ്ത്രമേഖലയിലുള്ള അറിവുകൾ കൂടി, പരിചയം കൂടി. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള അറിവും കഴിവും പരിചയമുള്ള വ്യക്തികളെ തന്നെയാണ് ഇത്തരം ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കേണ്ടത് എന്നുള്ളതാണ് മതത്തിൻ്റെയും നിലപാട്. ഇത്തരം മാഫിയകൾ നടത്തുന്ന കോഴ്സുകളും അതുവഴി ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന മരണങ്ങളും നഷ്ടങ്ങളും ഇതിനെല്ലാം സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പോലീസും ഭരണകൂടവും ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കണം. നരഹത്യക്കുള്ള വകുപ്പുകൾ ചാർജ് ചെയ്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യണം. അല്ലാതെ ഇത്തരം വിഷയങ്ങളെ കേവലം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ അല്ലെങ്കിൽ മതത്തിൻ്റെ മേൽ കെട്ടിവെക്കാനോ പാടില്ല. മറിച്ച് കർശനമായ നടപടികളാണ് എടുക്കേണ്ടത്. അത് ഏത് പണ്ഡിത വേഷധാരി ആയ മനുഷ്യൻ ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി, മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കടമ. അതുപോലെ ആരും ഇതിനെ അക്യൂപങ്ക്ചറിനെ തെറ്റിദ്ധരിക്കാനും അതിൻ്റെ തലയിൽ കെട്ടിവെക്കാനും അതും നോക്കേണ്ടതില്ല. ഈ അക്യൂപങ്ക്ചർ എന്നും പറഞ്ഞ് ഈ വ്യാജന്മാർ അവതരിപ്പിക്കുന്നത് അക്യൂപങ്ക്ചറല്ല, ഒരു വ്യാജ ചികിത്സയാണ്. അക്യൂപങ്ക്ചറുമായി WHO നിർവചനപ്രകാരമുള്ള അക്യൂപങ്ക്ചറുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഇവർ പേരുപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം. ഇങ്ങനെയൊരു പേരുപയോഗിച്ചുകൊണ്ട് ഇവർ ഈ തരത്തിൽ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, അവരുടെ മാഫിയ വളർത്തുന്നതിന് വേണ്ടി അക്യൂപങ്ക്ചറിൻ്റെ പേരുപയോഗിക്കുന്നത് ഒരു വലിയ തെറ്റാണ്, അപരാധമാണ്. അതിനും അവർ ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. സർക്കാർ തലത്തിൽ ഉചിതമായ നടപടികൾ എടുക്കണമെന്ന് സർക്കാർ മേധാവികളോടും അഭ്യർത്ഥിക്കുന്നു. ചൂഷണങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു ഏരിയയാണ് പ്രസവം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ലോക്ക്ഡൗൺ സമയത്തൊക്കെ തന്നെ പല ആളുകൾക്കും ഗർഭിണികൾക്ക് കൃത്യമായി ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തതിൻ്റെ പേരിലും ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ പല ഹോസ്പിറ്റലും നിർത്തിവെച്ചതിൻ്റെ പേരിലുമൊക്കെ തന്നെ വല്ലാതെ പ്രയാസപ്പെടുകയുണ്ടായി. എന്നാൽ അക്യുപങ്ക്ചർ പഠിച്ച അക്യുപങ്ക്ചറിസ്റ്റുകളും അവരുടെ വേണ്ടപ്പെട്ടവരും, അഥവാ ഭർത്താവ് അക്യുപങ്ക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഗർഭിണിയായപ്പോൾ, അല്ലെങ്കിൽ ഭാര്യ തന്നെ അക്യുപങ്ക്ചറിസ്റ്റ് ആണെങ്കിൽ അവർക്ക് മറ്റ് ആരുടെയും സഹായമില്ലാതെ വീട്ടിൽ പ്രസവിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. അങ്ങനെ അത്തരം സൗഭാഗ്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും വീണ്ടും അക്യുപങ്ക്ചർ പഠിക്കുകയും അങ്ങനെ കേരളത്തിൽ എല്ലാ ഭാഗത്തും അക്യുപങ്ക്ചർ പഠിച്ച ആളുകൾക്ക് പരസഹായമില്ലാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം തീരുമാനപ്രകാരം വീട്ടിൽ പ്രസവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ.